ഹായ് ഓൾ ഇന്നതൊരു ഡേ കണ്ടാലോ. അപ്പോൾ കുറേ ആയില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ വോയിസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ രാവിലെ ഒരു റൗണ്ട് ഓൾറെഡി ഉറങ്ങി എണീറ്റ് ഇക്കാകെ ഫുഡൊക്കെ കൊടുത്തേച്ച് ഓഫീസിൽ വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് റൗണ്ട് കുറച്ച് നേരം ഒന്നുകൂടെ ഇറങ്ങിയിട്ട് എണീക്കുന്നതാണ്. അപ്പോൾ ഹൈസൂനെ എണീപ്പിക്കുന്നതാണ് അടുത്ത ടാസ്ക്. അവന് രാത്രിയാകുമ്പോൾ എണീറ്റിരിക്കലും രാവിലെ ആകുമ്പം ഒരു വിധത്തിൽ എണീക്കത്തില്ല, എന്ത് സൗണ്ട് ഉണ്ടാക്കിയാൽ കൂടി എണീക്കത്തില്ല. അങ്ങനെ എണീപ്പിച്ചൊക്കെ ഇരുത്തിയേക്കാണ്. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇവൻ രാവിലെ എണീക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ കുറച്ച് നേരത്തെ ഉള്ളിങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഹോളിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ വെട്ടമൊക്കെ ഒന്ന് അടിക്കുന്ന സമയത്ത് അവനെ കണ്ണു തുറന്ന് പിന്നെ ഒന്ന് ആക്റ്റീവ് ആയിക്കോളും. പിന്നെ അതിനുശേഷം ബ്രഷ് ചെയ്യിപ്പിച്ച് പിന്നെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂറോളം അവൻ്റെ ഒരു കളി സമയമാണ്. അല്ലെങ്കിൽ ടി വി കാണും. ടി വി അങ്ങനെ അവനെ ഇഷ്ടമല്ല ഒരുപാട് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലും കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് പിന്നെ പോയിരുന്ന് കളിക്കും. അവൻ്റെ ബ്ലോഗ്സും ബുക്സും അങ്ങനെയൊക്കെ വെച്ച് കളിക്കും. അപ്പം ക്യാമറ കണ്ടതുകൊണ്ട് പിന്നെ ആൾ ഭയങ്കര സൈലൻ്റായി. അവനറിയാം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മിണ്ടത്തേ ഇല്ലോ, മിണ്ടാതെ ഗുഡ് ബോയ് ആയിട്ടിരിക്കും. അപ്പം അവന് ഇഷ്ടപ്പെട്ടൊരു കാർട്ടൂൺ സോങ്ങാണ് റംസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാട്ടിങ്ങനെ കേട്ടപ്പോൾ അതിലെ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ ഒരു തുണി ഇടുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലാണ് ഇവൻ്റെ മെയിൻ പോയിൻ്റ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഹൈസു ഹൈസു എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി അതിനടിയിൽ ഒളിച്ചിരിക്കും. പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഓടിപ്പോയി അതിനടിയിൽ ഒളിച്ചിരിക്കും. ഇപ്പം തുണിയൊക്കെ കുറച്ചൊക്കെ മാറ്റിയതുകൊണ്ട് വലിയ വിഷയമില്ല. ഇത് പിന്നെ ഒരു വൈറൽ പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്തതിന് മുമ്പ് എടുത്ത് കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മുടിയൊക്കെ അഴിച്ചിട്ട് ഇനി കാക്കൂന്തലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു പോയിക്കോളും. പിന്നെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ടി വിയിൽ മൂവീസ് എന്തെങ്കിലും പ്ലേ ചെയ്ത് വെച്ചേക്കും. പിന്നെ വന്നതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പം കൂടെ ഇരുന്നിട്ട് മൂവി എന്തെങ്കിലും കാണും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഓൾഡ് മൂവീസാണ് കാണുന്നത്. പിന്നെ ഫുഡ് എടുക്കുകയാണ്. ഫുഡ് ചോറ്, ഉരുളക്കിഴങ്ങ്, രസം ഇത്രയൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഹൈസുതായ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവന് ഫുഡ് കൊടുക്കുന്നതിനിടയിൽ പിന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മക്ക് അവൻ റോൾ ഓൺ തേച്ച് കൊടുക്കുന്നതാണ്. ഫേസിലാണ് അവൻ ആക്ച്വലി ക്രീമാണെന്ന് പറഞ്ഞ് തേച്ച് കൊടുക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ ഹൈസു ഫോണിൽ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമ്മച്ചിയായിട്ടുള്ള സ്നേഹപ്രകടനമൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതിനുശേഷം എൻ്റെ വാപ്പി വരും. വാപ്പി വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈസുവും വാപ്പിയായിട്ട് പിന്നെ കളി ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ നേരെ അവർ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൂടില്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ പോയില്ല. അപ്പം എന്ത് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് പൂച്ച കണ്ടു. അവിടെ അവൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒരു ടൈമിൽ പോയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തേക്കും രാത്രിത്തേക്കും ഈ ഒരു കറി മതിയാവും. പയറുകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് പയറും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അടിഞ്ഞു വെച്ചേക്കാണ്. ഇത് ഫ്രിഡ്ജിൽ ഇപ്പോൾ വാങ്ങിച്ച പുതിയ ലോക്കാണ്. കാരണം ഹൈസു ഒരു രക്ഷയുമില്ല. അവനൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ വന്ന് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യലാണ് ഇപ്പം ഹൈസുവിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്ക് വാങ്ങിച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അപ്പുറത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം എനിക്കുള്ളത് ഓൾറെഡി ഞാൻ കുടിച്ചു. അപ്പോൾ അവന് സ്വന്തമായിട്ട് കഴിക്കണം എന്നുള്ള വാശിപ്പുറത്തിരുന്ന് സ്വന്തമായിട്ട് കഴിക്കുന്നതാണ് ആ ഫേസിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.